നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടവുകളുടെ രാജകുമാരനാണ് ദില്ലി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ. രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കില്ല എന്ന നിലപാടെടുക്കുകയും NGO മേഖലയിൽ മാത്രം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ട് പെട്ടെന്നൊരു നിമിഷമാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിലെ അവസരങ്ങൾ തേടാനായി അരവിന്ദ് കെജ്രിവാൾ ശ്രമിക്കുന്നത്. അഴിമതിക്കെതിരെയും സ്ത്രീ സുരക്ഷയ്ക്ക് എതിരെയുള്ള ഭീഷണികൾക്കെതിരെയുമൊക്കെ പടപൊരുതാനാണ് താൻ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടതെന്നും അഴിമതിക്കാരെ ചൂലുപയോഗിച്ച് പുറത്താക്കുമെന്നുമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് കെജ്രിവാൾ നടന്നു കയറിയത്. പക്ഷേ ഇപ്പോൾ മദ്യനയ അഴിമതി കേസിൽ, ശതകോടികളുടെ മദ്യനയ അഴിമതി കേസിൽ പെട്ടിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇങ്ങനെ പല അടവുകളും പയറ്റിയാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിനകത്തു നിന്നും പുറത്തു കടന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അരവിന്ദ് കെജ്രിവാളിൻ്റെ അവസാനത്തെ അടവ് പുറത്തെടുത്തിരിക്കുന്നു. അതായത് ജാമ്യം ജൂൺ 2 ശേഷവും 7 ദിവസത്തേക്ക് കൂടി നീട്ടണം എന്നാണ് കേജ്രിവാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണമായി കേജ്രിവാൾ പറയുന്നത് തനിക്ക് 7 കിലോഗ്രാം കുറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് 7 ദിവസത്തേക്ക് കൂടി ജാമ്യം നീട്ടണം എന്നാണ്. 7 കിലോഗ്രാം ഭാരം കുറഞ്ഞത് ഏതോ വലിയ രോഗാവസ്ഥയുടെ ലക്ഷണമാണെന്നും ചില ടെസ്റ്റുകൾ നടത്താനുണ്ട് എന്നുമൊക്കെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാർച്ച് 21 ദില്ലി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുന്നത്. അതിനുശേഷം 50 ദിവസത്തോളം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. ഈ 21 അറസ്റ്റിനായത് എങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അദ്ദേഹം പറ്റിച്ച് മുങ്ങി നടക്കുകയായിരുന്നു. ഒരു പ്രാവശ്യം മാത്രമാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായത്. 2ാം തവണ ചോദ്യം ചെയ്യലിന് സമൻസ് അയച്ചപ്പോൾ അദ്ദേഹം പല കാരണങ്ങൾ പറഞ്ഞ് മുങ്ങി നടന്നു. ഇങ്ങനെ 9 സമൻസുകളാണ് ഈ കെജ്രിവാൾ, ദില്ലി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ വെട്ടിച്ച് അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാതെ മുങ്ങി നടന്നത്. ഏറ്റവും അവസാനം കോടതി പോലും അറസ്റ്റിന് വഴങ്ങാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് അന്വേഷണ ഏജൻസികൾ ദില്ലി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. ഇങ്ങനെ പല അടവുകൾ കാട്ടിയാണ് മാസങ്ങളോളം അറസ്റ്റ് കേജ്രിവാൾ നീട്ടിവെച്ചത്. മാത്രമല്ല, ഈ 50 ദിവസത്തിലെ ജയിൽവാസത്തിനുള്ളിൽ പല അടവുകൾ പയറ്റി പുറത്തു കടക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതിലൊന്നാണ് നിരന്തരം മാമ്പഴം കഴിച്ച് തൻ്റെ ഡയബറ്റിക്സ് വർദ്ധിപ്പിച്ച് തൻ്റെ പ്രമേഹം വല്ലാതെ വർദ്ധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യം നേടാനുള്ള ശ്രമം അദ്ദേഹം ജയിലിൽ നടത്തിയിട്ടുണ്ട്. ഈ ശ്രമങ്ങളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സുപ്രീം കോടതി കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ദില്ലിയിലെ മുഖ്യമന്ത്രി ഇങ്ങനെ അകത്ത് കിടന്നത് കൊണ്ടാണ് ആ പാർട്ടി തോറ്റുപോയത് എന്ന് വേണ്ട, തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാനായി അവസരം നൽകണം എന്ന ഒരു അഭിപ്രായത്തോടു കൂടിയാണ് സുപ്രീം കോടതി ഇദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകുന്നത്. ഈ ഇടക്കാല ജാമ്യം നൽകിയത് തന്നെ വലിയ വലിയ കണ്ടീഷനുകൾ വെച്ചുകൊണ്ടാണ്. അതായത് ദില്ലി മുഖ്യമന്ത്രി എന്ന നിലയിൽ യാതൊരു ഉത്തരവിലും ഒപ്പിടാൻ പാടില്ല, ദില്ലി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും കയറാൻ പാടില്ല എന്ന വലിയ കണ്ടീഷനുകളോടുകൂടിയാണ് ഈ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ഇപ്പോഴത്തെ ജാമ്യത്തിന്റെ നിബന്ധന പ്രകാരം ജൂൺ 2 അദ്ദേഹം അധികാരികൾക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടതുണ്ട്. ജൂൺ 1 വരെ മാത്രമാണ്. അതായത് അവസാന ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം ജയിലിലേക്ക് തിരിച്ചു കയറേണ്ടയാളാണ്. ഇങ്ങനെ തിരിച്ചു കയറാതിരിക്കാനാണ് വീണ്ടും 7 കിലോഗ്രാം കുറച്ച ശേഷം, ശരീരഭാരം 7 കിലോഗ്രാം കുറച്ച ശേഷം ആ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തനിക്കെന്തോ മഹാരോഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഈ ഹർജി സുപ്രീം കോടതി അനുവദിക്കുമോ എന്ന് ചോദിച്ചാൽ വിദഗ്ധരെല്ലാം അങ്ങനെ അനുവദിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന വാദം കേൾക്കുന്ന അവസരത്തിൽ തന്നെ ജൂൺ 2 വരെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വി ഈ ജാമ്യം ജൂൺ 2 വരെ അല്ല, ജൂൺ 4 വരെ വേണം, കാരണം ഫലപ്രഖ്യാപനം നടക്കുന്നത് ജൂൺ 4 എന്ന കാരണം ചൂണ്ടിക്കാട്ടി ജൂൺ 4 വരെയെങ്കിലും ജാമ്യം വേണം എന്ന
അഭ്യർത്ഥന നടത്തിയിരുന്നതാണ് സുപ്രീം കോടതിയിൽ. പക്ഷേ സുപ്രീം കോടതി അത് അനുവദിച്ചില്ല. രാഷ്ട്രീയമായ കാരണങ്ങളാൽ, അതായത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയെ മാത്രമാണ്, എന്ന രാഷ്ട്രീയക്കാരനെ മാത്രമാണ് പുറത്തുവിട്ടത്. അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയെ സുപ്രീം കോടതി ജയിലിനകത്ത് തന്നെ നിർത്തിയിരുന്നു എന്ന് തന്നെ പറയാം. അത്രമാത്രം കണിശമായ നിബന്ധനകളോടുകൂടിയാണ് ഇദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജൂൺ 2 മുതൽ ജൂൺ 4 വരെ, അതായത് ഫലപ്രഖ്യാപനമുണ്ടാകുന്ന ജൂൺ 4 വരെയെങ്കിലും ജാമ്യം അനുവദിക്കണം എന്ന നേരത്തെയുള്ള ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം സുപ്രീം കോടതി ചെവിക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ 7 കിലോഗ്രാം ഭാരം കുറച്ച ശേഷം വീണ്ടും ആ പേരും പറഞ്ഞ് ജാമ്യം വേണമെന്ന ഇദ്ദേഹത്തിൻ്റെ അടവിനെ സുപ്രീം കോടതി തള്ളിക്കളയാൻ തന്നെയാണ് സാധ്യത എന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.